അങ്ങനെ 2025 സമാപന ദിവസം നാളെ അല്ലേ. ഇപ്പോൾ പലരും പല ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. കുട്ടികളാണെങ്കിൽ നാളെ മുതൽ നന്നായി പഠിക്കും. പിന്നെ മുതിർന്നവരാണെങ്കിൽ ആണുങ്ങളോ ഒക്കെ ആണെങ്കിൽ നാളെ മുതൽ മദ്യപാനം നിർത്തും, അല്ലെങ്കിൽ സിഗരറ്റ് വലി നിർത്തും. അങ്ങനെ പല തരം അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു ദിവസം അവരങ്ങനെ ഒരു ഡിസിഷനൊക്കെ എടുക്കും. അത് കാലാകാലങ്ങളായിട്ട് നടക്കാറുള്ളതാണ്. അത് നടത്താൻ പറ്റുന്നവർ വളരെ ചുരുക്കമാണ് താനും. അപ്പോൾ ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് ഞാനൊരു സജഷൻ പറയുകയാണ്. നമ്മൾക്ക് എന്തുകൊണ്ട് ഇതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെ, നടന്നാൽ നല്ല കാര്യങ്ങൾ തന്നെ, പക്ഷെ ഇതിൽ നിന്ന് മാറ്റി ചിന്തിച്ച് നമുക്ക് എന്തുകൊണ്ട് സഹായം കിട്ടേണ്ടവരെ സഹായിക്കുക എന്നുള്ള ഒരു പുതിയ തീരുമാനം എടുത്തുകൂടാ. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ കുറേ നമ്മുടെ കേരളത്തിൽ തന്നെ 4 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ ഒരു 3 കോടിയും കഷ്ടപ്പാടുകാരായിരിക്കും. അല്ല, ഒരു 1 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദരിദ്രർ തന്നെയായിരിക്കും. അപ്പോൾ എത്രയോ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങളുണ്ട് നമ്മുടെ ചുറ്റിനും. പക്ഷേ പണം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത കുറേ ആളുകളും നമ്മുടെ ഇതേ കേരളത്തിലുണ്ട്. അപ്പോൾ ഈ അത് ഒരു 1 കോടി ധനവാന്മാരുണ്ട് എന്ന് വെച്ചാൽ തന്നെ നമ്മൾക്ക് എത്ര പേരെ ഓരോരുത്തരും വിചാരിച്ചാൽ സഹായിക്കാൻ പറ്റും. അധികമൊന്നും വേണ്ട. നമ്മൾ ആഡംബരം കാണിക്കാൻ വേണ്ടി ഒരുപാട് ചിലവാക്കുമ്പോൾ ഒരു 10 ലക്ഷം രൂപയുണ്ട് ഒരു എന്തെങ്കിലും ഒരു ഇപ്പോൾ പോട്ടെ, ഒരു കല്യാണം 10 ലക്ഷം രൂപ കൊണ്ടൊന്നും ആഡംബരമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. അതിൽ ഒരു 50,000 രൂപ നമ്മൾ തൊട്ടടുത്തുള്ള അനാഥാലയങ്ങളിൽ അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി നമുക്ക് പൈസ ഏൽപ്പിക്കാം. അത് അല്ലെങ്കിൽ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ പിന്നെ കുടുംബങ്ങളുണ്ടാവും, എന്താ പറയുക, സ്വന്തമായിട്ട് ഒരു തലയ്ക്ക് മീതെ ഒരു മേൽക്കൂര പോലും ഇല്ലാതെ ചാക്കും ഇതൊക്കെ കെട്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈ കേരളത്തിൽ. അപ്പോൾ അവർക്ക് ഒരു വീട് പണിയാനായിട്ടുള്ള, ചെറിയൊരു വീട് പണിയാനായിട്ടുള്ള നമ്മുടെ വക ഒരു കോൺട്രിബ്യൂഷൻ എന്ന നിലയിൽ അത് കൊടുക്കാം. പിന്നെ സ്കൂൾ തലത്തിൽ ടീച്ചർമാർ കുട്ടികളെ അതൊക്കെ പ്രത്യേകമായി ഇതിന് ഒരു നേരം തന്നെ കണ്ടെത്തണം. കുട്ടികളെ സമൂഹ നന്മയ്ക്ക് വേണ്ടി അവരെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പീരീഡ് എടുത്തില്ലെങ്കിലും ക്ലാസ് അവസാനിക്കുന്നതിന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റോ എങ്കിലും നിങ്ങൾ അതിൻ്റെ ഗുണവശങ്ങളെ പറ്റി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ മുതിർന്നവർ പറഞ്ഞു കൊടുത്താലേ കുട്ടികൾ അത് ആലോചിക്കുകയുള്ളൂ. അവരെ സംബന്ധിച്ച് അവരെന്നും ആഡംബരത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ അത് ഒക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരുപാട് പേര് നിങ്ങളെപ്പോലെയുള്ളവർ വസ്ത്രമില്ല, ഭക്ഷണമില്ല, അത് കഴിയുന്നുണ്ട്. അവരെയൊക്കെ നിങ്ങളുടെ അച്ഛനമ്മമാരെ പ്രേരിപ്പിച്ച് അനാഥാലയങ്ങളിലും ഒക്കെ കൊണ്ടുപോയി അവർക്ക് അങ്ങനെ ഓരോരുത്തരും വിചാരിച്ചാൽ തന്നെ ഈ നാട്ടിൽ എത്രയോ പേർക്ക് ജീവിതം കിട്ടും അല്ലേ. ഒരു വലിയ ഒരു കോടീശ്വരനും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു പെട്ടിക്കട ഇട്ട് കൊടുത്ത് അവർക്കൊരു ജീവിത വരുമാന മാർഗമാക്കാം. അപ്പോൾ നമ്മൾ ഈ അമ്പലങ്ങളിൽ, പള്ളികളിൽ അവിടെയൊക്കെ പോയി നമ്മളിങ്ങനെ നമ്മുടെ ആഡംബരം കാണിക്കാൻ വേണ്ടി ഇപ്പോൾ അമ്പലങ്ങളിൽ സ്വർണം പൂശുക എന്ന് പറയുമ്പോൾ ഒരു വലിയ സംസാര വിഷയമാണ്. സ്വർണം പൂശുക, സ്വർണ്ണ കിരീടം വയ്ക്കുക, അങ്ങനെ. അപ്പോൾ ഒരു ദൈവങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല. 3 മതങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ഇല്ലാത്തവന് നീ ഊട്ടുക, അല്ലെങ്കിൽ 2 നിനക്കുണ്ടെങ്കിൽ 1 മറ്റുള്ളവന് കൊടുക്കുക, അതില്ലാത്തവന് കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് എല്ലാ മതഗ്രന്ഥങ്ങളിലും പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതൊന്നും ആരും വകവയ്ക്കാറില്ല. എല്ലാവരും അവരുടെ ആഡംബരം കാണിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ ഒരു
കാർ ആവശ്യമുള്ളതിന് പകരം 4ഉം 5ഉം ഓരോരുത്തർക്കും ഓരോ തരം കാറ്, ഓരോ കാറുകൾ ഇറങ്ങുമ്പോഴും അത് മേടിക്കുക. ഇങ്ങനെ എന്തും അപ്പോൾ ഈ നാട്ടിൽ ഒരു ഇവിടെയുള്ള പണക്കാർ ചിന്തിച്ചാൽ മാത്രം, പണക്കാരും അത്യാവശ്യം ജീവിച്ചു പോകുന്നവരും വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ, അത്യാവശ്യം നന്നായി ജീവിക്കുന്നവർ തീരുമാനിച്ചാൽ തന്നെ എത്രയോ മനുഷ്യർക്ക് ജീവിതമാർഗമാകും അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയുള്ള റെസൊല്യൂഷനുകളാണ് എടുക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ ആഡംബരം കാണിച്ചിട്ട് എന്തിനാ? ഒരു തോന്നലോ നമ്മൾ വലിയ ആളാണ്, ലോകം നമ്മളുടെ ചുറ്റിനുള്ളവർ നമ്മളെ കണ്ട് ഭയങ്കര ബഹുമാനിക്കുന്നുണ്ട്, അങ്ങനെ അതുകൊണ്ട് എന്താ കിട്ടണത്? വെറും ഒരു ഞാൻ വലിയ ആളാണ് എന്നുള്ളൊരു ചിന്ത മാത്രം അല്ലേ? പക്ഷെ അതിലും അപ്പുറമായിട്ട് ഈശ്വരൻ്റെ കണക്ക് പുസ്തകത്തിൽ വരുന്നത് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളാണ്. നമ്മൾ ഒരു നല്ല ഒരു കുഞ്ഞിന്, വിശക്കുന്ന ഒരു കുഞ്ഞിന് ഭക്ഷണം മേടിച്ചു കൊടുത്താൽ അത് ഈശ്വരൻ്റെ കണക്ക് പുസ്തകത്തിൽ കയറാതെ പോവില്ല. അപ്പോൾ ബാക്കി നമ്മൾ കാണിച്ചു കൂട്ടുന്ന ആഡംബരം ഒക്കെ ആർക്കും ഉപകാരപ്രദമല്ലെങ്കിൽ അത് ആർക്ക് വേണ്ടിയിട്ടാണ്? വെറും ഒരു ചിന്തയ്ക്ക് വേണ്ടി, ഞാനൊരു വലിയ ആളാണ്, ഞാൻ വലിയ പണക്കാരനാണ്, കൂട്ടുകാരുടെ ഇടയിൽ ഞാൻ ആ കാറ് വാങ്ങിച്ചു, ഈ കാറ് വാങ്ങിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തോ ഒരു ആത്മനിർവൃതി അടയാം, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ചിലവാക്കുന്ന കാശിൽ ഒരു അംശം ഉണ്ടെങ്കിൽ എത്രയോ പേരുടെ വയറ് നിറയാൻ പറ്റും, എത്രയോ കുഞ്ഞുങ്ങൾ സന്തോഷമായിട്ടിരിക്കും. അപ്പോൾ എനിക്ക് ഞാൻ അല്ലെങ്കിലേ ഞാനത് ചെയ്യണതാണ്. പക്ഷെ നാളെ മുതൽ ഞാനതിൻ്റെ ഇത് കുറച്ചും കൂടിയും ആ ഒരു തീരുമാനത്തിലേക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഈ വിചാരം നിങ്ങളും കൂടെ ആയിട്ട് പങ്കുവെച്ചു എന്നുള്ളതാണ്. ഇതെൻ്റെ ഒരു അപേക്ഷയായിട്ട് നിങ്ങൾ എടുക്കണം. താങ്ക് യു.